ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കട്ടോ. സേമിയ എന്താ വറുക്കട്ടോ. നെയ്യൊക്കെ ചട്ടി വെച്ച് സേമിയ കുറച്ച് വറുക്കുകയാണ്. സേമിയ അത് വറുത്ത സേമിയാണെന്ന് തോന്നുന്നുണ്ട്. അതിലൊരു ബ്രൗൺ കളർ ആവോളം ഇങ്ങോട്ട് ഒന്ന് വറുക്കുക. കുറച്ച് നമ്മൾ വറുക്കാത്തോണ്ടാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ടത്. സേമിയ നല്ല സ്മെല്ല് വന്നെടുക്കട്ടെ. നമ്മൾ സേമിയ വറുത്തുകൊടുക്കണം. സ്ലോ മോഷനിലായിട്ട് ഫുള്ള് ചൂടിലാകുമ്പോൾ ഒരു നമ്മളുടെ സേമിയ വറുത്തുകൊണ്ട് നിൽക്കണം. പാല് തിളപ്പിച്ചേക്കുള്ളേ കുറച്ച് നമ്മൾ സേമിയ ഇട്ടിട്ട് ഏലക്കായ ഇട്ടിട്ട് പാലാകുമ്പോൾ തിളപ്പിച്ചാണ്ട് പാലിട്ടോ. ഇതൊന്നൊരു മെറൂൺ കളറായത് ഞാൻ ഓഫാക്കാം കേട്ടോ. എന്നാലും ഇങ്ങനെ ആ നെയ്യിൽ കിടന്നതിന് മൊരി അതിന് പകരം നമ്മൾ ഇളക്കി കൊടുക്കരുത്. അതൊരു ബ്രൗൺ കളറിനായി വന്നിന്. ചിലതൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നു. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാം. സേമിയ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് സേമിയ പായസം വേണമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലൊക്കെ ഉണ്ട്, സേമിയ കാണാമല്ലോ. ഞാൻ സേമിയ ഉണ്ട് എന്നാൽ നല്ല സേമിയ പാമ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രാവിലേക്കുള്ള വെള്ളപ്പത്തിന് വെള്ളപ്പാണ്. രാവിലേക്കുള്ള വെള്ളപ്പായി തേങ്ങയും അരിയും ചോറ് കൂട്ടിയിട്ട് നമ്മൾ മാവ് ഉണ്ടാക്കി കേട്ടോ. ഇതവിടെ കുറച്ചുകൂടി ഉണ്ട്. ഒരു കയ്യിൽ ചോറ് നന്നാക്കി അരച്ചെടുക്കുക. തേങ്ങ ഇന്ന എരിക്ക് ഒരു തേങ്ങ എന്നൊക്കെ പറഞ്ഞോളൂ. നമ്മൾ കെമിക്കലായിട്ടുള്ള ഇല്ല, ഈസ്റ്റില്ല, ഒന്നുമില്ലാതെ പായസം നല്ലോണം അപ്പം എല്ലാവരും ഗ്യാസുമേലൊക്കെ പായസം ഉണ്ടാക്കണം. ഞങ്ങൾ അടുപ്പത്ത് തീയിട്ട് ഉണ്ടാക്കിയ പായസാട്ടോ. കണ്ട കുറുകി വരുന്നുണ്ട്. ആദ്യം പാല് ഇനി കുറേ കഴിയുമ്പോൾ സേമിയ. അപ്പം നമ്മൾ സേമിയ പായസം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ അണ്ടി മുന്തിരി ഇട്ടിട്ട് വറവിടട്ടെ. നമ്മൾ വറവിട കേട്ടോ. ചട്ടീനെ കറക്കാട്ടത് അണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടി ഇട്ടണ്. നമ്മളെ അണ്ടി മൂപ്പിച്ചാണ്. ഈ കൂട്ടിയൊക്കെ നല്ല സ്മൂത്തായിട്ടോ. പായസത്തൊക്കെ ഇട്ടാ പായസത്തേക്ക് പായസം റെഡി.